മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ കാരണം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ദുരന്ത ഭൂമിയിൽ ഇന്നു നടത്തിയ പരിശോധനയിൽ വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. 37 പേർ അപകട സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തൽ. ഗഡാവർ നായകളെ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിന് പുറമെ 100 കണക്കിന് പോലീസുകാർ ഒരേ സമയം പാടശേഖരത്ത് പരിശോധന നടത്തുകയാണ്. സ്ഥലത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരത്തോട് എല്ലാ നമ്മുടെ ഇവിടുത്തെ ബേസിക് പരിശോധന കംപ്ലീറ്റ് ആവും. അതിൻ്റെ കൂടെ തന്നെ സാമ്പിളിംഗ് എടുക്കുന്ന കാര്യങ്ങൾ, പിന്നെ എക്സ്പ്ലോസീവ്സ് ഇവിടെ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്കത്തോടെ കംപ്ലീറ്റ് ആവുന്ന ഒരു സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 200 to 300 kilograms ഓഫ് എക്സ്പ്ലോസീവ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതെല്ലാം വെയിറ്റ് എടുത്തിട്ട് നമുക്ക് മാക്സിനിൽ സൂക്ഷിച്ചിട്ട് മാജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ എടുത്തിട്ട് ലീഗലി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ബാക്കി എക്സാക്റ്റ് ക്വാണ്ടിറ്റി ഇവിടെ എത്രയാണ് അത് ഇതുവരെ നമുക്ക് കെമിക്കൽ അനാലിസിസും സയൻറ്റിഫിക് എക്സ്പെർട്ടിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം മാത്രം മനസ്സിലാവും ഇവിടെ എത്ര ക്വാണ്ടിറ്റി ഓഫ് എക്സ്പ്ലോസീവ്സ് എക്സ്പ്ലോഷൻ മുമ്പ് ഉണ്ടായിരുന്നു. അർജുൻ മട്ടന്നൂരും സോണൽ കൃഷ്ണയും നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ ഈ മുണ്ടത്തിക്കോട് പാടശേഖരത്തിലാണ് ഉള്ളത്. അർജുൻ, 100 കണക്കിന് പോലീസുകാരുടെ പരിശോധന, കടാവർ നായകളുടെ അടക്കം സഹായം, ഇന്നും അവിടെ നിന്ന് മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുന്നു എന്ന സാഹചര്യമാണ് അർജുനുള്ളത്. തീർച്ചയായും അത് മുണ്ടത്തിക്കോട് സ്ഫോടനം നടന്ന ആ മേഖലയോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയാണ്, തിരച്ചിൽ നടത്തുകയാണ്. രാവിലെ പരിശോധന ഏതാണ്ട് 200ഓളം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് പരിശോധന നടത്തിയിരുന്നു. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും വലിയ പോലീസ് സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ പാടശേഖരം ആകെ പരിശോധിക്കുകയാണ്. ശരീര അവശിഷ്ടങ്ങളടക്കം ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. രാവിലെയും നിരവധി അവശിഷ്ടങ്ങൾ അത്തരത്തിൽ ലഭിച്ചിരുന്നു. വലിയ പൊട്ടിത്തെറി ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് 300-400 മീറ്റർ അധികം ദൂരത്തേക്കടക്കം ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ തെറിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ആകമാനം ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 3 കടാവർ നായകളെയും അതോടൊപ്പം തന്നെ മറ്റ് 2 ഡോഗ് സ്ക്വാഡിന്റെ 2 നായകളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും നടത്തിയിരുന്നു. 10 മൊബൈൽ ഫോൺ അവശിഷ്ടങ്ങളും ലഭിച്ചിരുന്നു. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലയിൽ സൂക്ഷിച്ചിരുന്ന ഏതാണ്ട് 300 കിലോയോളം വെടിമരുന്നുകളും പോലീസ് കണ്ടെത്തിയിരുന്നു. അത് ഇപ്പോൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അത് പിന്നീട് നിർവീര്യമാക്കുന്ന നടപടിയിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. നിലവിൽ പോലീസിന്റെ കണക്കനുസരിച്ച് 37 പേരാണ് ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതിൽ 4 പേർ ആരാണ് എന്ന് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കിട്ടുന്ന അവശിഷ്ടങ്ങളെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിക്കുകയും അതിന്റെ DNA പരിശോധന നടക്കുന്നുമുണ്ട്. ആ DNA പരിശോധന പൂർത്തിയാക്കാൻ ഏതാണ്ട് ഒരാഴ്ചയെങ്കിലും സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖല ആകമാനം ഇത്തരത്തിൽ പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് മാറ്റിക്കൊണ്ട് മറ്റുള്ളവർ ഇങ്ങോട്ട് കടക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സുരക്ഷാ കവചമൊരുക്കാനാണ് ഇപ്പോൾ പോലീസ് ഒരുങ്ങുന്നത്. അടുത്ത ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികൾ അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം ഇങ്ങോട്ടേക്ക് എത്തി പരിശോധന നടത്താൻ